ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 2 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇൻഡോർ വീഡിയോസിൻ്റെ സിമ്പിളായിട്ട് ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ വീഡിയോ. തുടക്കക്കാർക്കും ചെറിയൊരു കുപ്പിയിലോ ബോട്ടിലോ ഒക്കെ ഇട്ടിട്ട് അകത്ത് വെക്കാൻ പറ്റിയ ഒരു ചെടികളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളോട് കുറേ പേര് ചെടി ചോദിച്ചിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ 10 രൂപ 20 രൂപ എന്ന് പറയുമ്പോൾ തന്നെ ചിലർ ചോദിക്കുകയാണ് ഇത്ര വിലയുണ്ടോ ചെടിക്കൊക്കെയാണ്. അപ്പം എന്താ പിന്നെ ചെയ്യുക? 20 രൂപക്കും 30 രൂപക്കൊന്നും തരാൻ പറ്റില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെടി വാങ്ങണ്ട. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇതൊന്ന് അയച്ചു കൊടുക്കാൻ. എത്ര പ്രയാസമുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഫ്രീ ആയിട്ട് ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 10 20 തന്നിട്ട് പോലും ചെടി വാങ്ങാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ എന്താ പറയേണ്ടത്? ചെടി വാങ്ങണ്ട, അങ്ങനെയല്ല അപ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന 5 രൂപക്കൊക്കെ കിട്ടുന്നത് വാങ്ങിക്കോളൂ എന്ന് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ കടകളിലേക്കാളും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ചെടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഇൻഡോറിൽ വെച്ച ചെടി. ഇത് പുറത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സിങ്കോണിയാണ്. അപ്പോൾ അതേപോലെ പൊട്ടിയ ഒരാൾ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു കുടിയിരിക്കലിൻ്റെ സമയത്ത് ഈ ഗ്ലാസ്. അപ്പോൾ ആക്സിഡൻ്റലി എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കതാണ് ഒഴിവാക്കാനും വയ്യ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് കേക്ക് വൃത്തിയാക്കിയിട്ട് 2 സിങ്കോണിയും അതിലിട്ട് വെച്ചു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സിങ്കോണി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്, ഗ്ലിക്സിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിങ്കോണത്തിൻ്റെ ഇലക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിന് മുന്നേ ഒരു ക്രോട്ടൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, തീരെ ഒന്നും ആയിട്ടില്ല. പിന്നെ ഈ ഒരു എന്താ പറയുക ബാമ്പു, അതിന് വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എടുത്ത് കളിക്കാൻ പറ്റില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കലുണ്ട് വേര് വന്നിടണമെന്ന്. പക്ഷേ എന്തായാലും വേര് വന്നിട്ടുണ്ട്. എനിക്ക് ഇൻഡോറിൽ ചെടി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടി ചെറുതായതുകൊണ്ടാണ് ഞാൻ താഴത്തൊന്നും വെക്കാത്തത്, കാരണം എടുത്ത് കളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ്. പിന്നെ നമ്മുടെ ഫ്രീ പ്ലാന്റുകൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചിലർ പറയും എന്താ ഫ്രീ പ്ലാന്റുകൾ കഴിഞ്ഞു എന്ന്. എന്താ ചെയ്യുക, 1 മാസത്തോളം ആയില്ലേ, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടിപ്പോൾ. അപ്പോൾ എന്നിപ്പോൾ നമുക്ക് ചെടികൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുമോ? അന്ന് എൻ്റെ കയ്യിൽ അഗ്ലോണിമ കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനൽ റീച്ച് ആവാണെന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അതെന്തായാലും റീച്ചായി കിട്ടി. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ കുറേയുള്ള ചെടികൾ കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പം എന്നും ഇപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കാനൊന്നും പറ്റുന്ന കേസല്ല കേട്ടോ. അറിയാലോ ചെടി വളർത്തുമ്പോൾ എത്രത്തോളം പ്രയാസമാണ്. അതുപോലെ തന്നെ ഈ ഒരു മണി പ്ലാന്റും ഞാനൊരു പൊട്ടിയൊരു ഇതിലാണ് കേട്ടോ, പഴയ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നത് സെറാമിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അന്നേ പൊട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ കുറച്ച് വെള്ളം നിറച്ച്. വെള്ളം നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു ഗ്ലാസ് വെച്ചിട്ട് ആ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അതിൽ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് കേട്ടോ. ഒന്നും നോക്കണ്ട, ഒറ്റയ്ക്ക് അങ്ങനെ വളർന്നു പോയിക്കോളും നല്ല ഭംഗിയിൽ. ഇലക്കൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇലകൾ. പിന്നെ ഈ കാണുന്ന ഈ അരേലിയ ചെടികൾ നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ ഒരു തൈക്ക് നമ്മൾ വാങ്ങുന്നത് 30 രൂപയാണ് കേട്ടോ. ഒരു അരേലിയൻ്റെ പ്ലാന്റിന് 30 രൂപക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊന്ന് മെസ്സേജ് ആക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചെടീൻ്റെ കിഴങ്ങുകളും നമുക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 10 രൂപക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവരൊന്ന് മെസ്സേജ് ആക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.